റെസ്യൂമെ റൈറ്റിംഗ്, ഹൗ ടു റൈറ്റ് എ റെസ്യൂമെ. അപ്പം ഒരു റെസ്യൂമെ എങ്ങനെ എഴുതണം അല്ലെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ക്ലാസ്സിൽ, ഈ ഒരു ചാപ്റ്ററിൽ. ഇപ്പോൾ റെസ്യൂമെ എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ റെസ്യൂമെ, കരിക്കുലം വിറ്റെ ഓർ ബയോഡേറ്റ, ഈ ഒരു 3 കാര്യങ്ങൾ പറയുന്നത് ഒന്ന് തന്നെയാണ്. അപ്പം റെസ്യൂമെ എന്താണെന്ന് ചോദിക്കുവാണെങ്കിലും, കരിക്കുലം വിറ്റെ എന്താണെന്ന് ചോദിക്കുവാണെങ്കിലും, ബയോഡേറ്റ എന്താണെന്ന് ചോദിക്കുവാണെങ്കിലും നിങ്ങൾ ഒരു കാര്യം തന്നെ എഴുതിയാൽ മതി. അതേസമയം ക്വസ്റ്റ്യന് മാറി 3 മാറ്റി ചോദിച്ചാലും നിങ്ങൾക്ക് അറിയാതെ ഇരിക്കരുത്, കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാൻ എന്താണെങ്കിലും ചോദിക്കും, മിക്കവാറും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തരും. അപ്പം ഈ ഒരു സ്ഥാപനത്തിലേക്ക് നിങ്ങളുടെ റെസ്യൂമെ അയക്കുക, എന്നിട്ട് അവർ ആ സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തരും. അപ്പോൾ അത് വെച്ച് നമ്മൾ നോക്കി എഴുതണം. അപ്പം നമ്മളെക്കുറിച്ചൊരു റെസ്യൂമെ നിങ്ങൾ റെഡിയാക്കി വെച്ചോണം സ്വന്തമായിട്ട്. അപ്പോൾ വാട്ട് ഈസ് റെസ്യൂമെ? റെസ്യൂമെ ഈസ് എ ഫ്രഞ്ച് വേർഡ് മീനിങ് സമ്മറി. ഇപ്പോൾ സമ്മറി ഓഫ് വാട്ട്? വൺസ് ഓൺ ഐഡൻറ്റിറ്റി. അപ്പോൾ ഒരാളുടെ ഒരു മുഴുവൻ ആകമൊത്തം ഉള്ള ഒരാളുടെ അയാളുടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, അതിനെക്കുറിച്ചെല്ലാം ഉള്ള ഒരു സമ്മറിയാണ് എന്ത് റെസ്യൂമെ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ തിയറി ആയിട്ടൊന്നും അങ്ങനെ പഠിക്കാനില്ല. ഈ റെസ്യൂമെ എന്താണെന്ന് അറിയണം, റെസ്യൂമയിലുള്ള ഘടകങ്ങൾ എന്താണ്. ലാസ്റ്റ് പാരഗ്രാഫുണ്ട്, എ റെസ്യൂമെ ഈസ് എ ഫോർമൽ ഡോക്യുമെൻറ്റ് that provides the details of an individual's career vision, professional experience, educational qualifications, key skill sets, abilities, achievements, etc. അപ്പം അത് നോക്കുക. പിന്നെ നെക്സ്റ്റിൽ ദ പർപ്പസ് ഓഫ് എ റെസ്യൂമെ ഈസ് ടു, ഇപ്പോൾ ഒരു റെസ്യൂമെ കൊണ്ട് എന്തിനാണ് ഉപയോഗം? മേക്ക് യു സ്റ്റാൻഡ് ഔട്ട് ഇൻ ദി ക്രൗഡ്. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ, ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ വിളിക്കുകയെന്ന് വെച്ചു, അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ ഓരോരുത്തരെയും തിരിച്ചറിയണമെങ്കിൽ ഈ റെസ്യൂമെ കൊണ്ടാണ് പറ്റത്തുള്ളൂ. അപ്പോൾ ബി ദ ഫസ്റ്റ് പോയിൻറ്റ് ഓഫ് കോൺടാക്ട് വിത്ത് യുവർ പൊട്ടൻഷ്യൽ എംപ്ലോയർ. അപ്പം ആ ഒരു റെസ്യൂമെ കൊണ്ട് നിങ്ങൾ ആ ഒരു കമ്പനിയെ അട്രാക്റ്റ് ചെയ്യണം, ഇമ്പ്രസീവ് ആയിരിക്കണം, എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ പ്രൊവൈഡ് എ ക്ലിയർ ആൻഡ് സിമ്പിൾ ഔട്ട്ലൈൻ ഓഫ് യുവർ വർക്ക് ഹിസ്റ്ററി ആൻഡ് ക്വാളിഫിക്കേഷൻസ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളെക്കുറിച്ച് തന്നെയുള്ളൊരു ക്ലിയർ ഔട്ട്ലൈൻ കൊടുക്കുക റെസ്യൂമേൽ. അതുപോലെ തന്നെ റെക്കോർഡ് യുവർ കോൺടാക്ട് ഡീറ്റെയിൽസ്. ഇപ്പോൾ നമ്മുടെ അഡ്രസ്സും നമ്മുടെ റെഫറൻസ് എന്താണെന്ന് പറയാം. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ഒരു ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ ഹൗ ടു റൈറ്റ് എ റെസ്യൂമെ, റെസ്യൂമയുടെ ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്സ് എന്താണെന്നും എങ്ങനെയാണ് റെസ്യൂമെ എഴുതേണ്ടതെന്നും നമുക്ക് നോക്കാം. പേജ് നമ്പർ 18 ആണ്. അപ്പം അതിലുള്ള 7 എലമെൻറ്റ്സ്: നെയിം ആൻഡ് കോൺടാക്ട് ഡീറ്റെയിൽസ്, ജോബ് ഒബ്ജക്റ്റീവ്, കീ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്, വർക്ക് എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, പേഴ്സണൽ ഡീറ്റെയിൽസ് ആൻഡ് റെഫറൻസ്. ഈ ഒരു 7 എലമെൻറ്റ്സും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു റെസ്യൂമെ ആയെന്ന് നമുക്ക് ബോധ്യപ്പെടത്തുള്ളൂ. അപ്പം ഈ ഒരു 7 എലമെൻറ്റ്സ് അതിൻ്റേതായ ഓർഡറിൽ വേണം എഴുതാൻ. അതുപോലെ ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലായിരിക്കും. അപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ, എക്സാമിന് നിങ്ങളുടേതായ റെസ്യൂമെ എഴുതണമെന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി എഴുതിയാൽ മതി. ഒരിക്കലും അത് ബ്ലാങ്ക് ആക്കി ഇടരുത്. ആ ഒരു പോർഷൻ ബ്ലാങ്ക് ആയിട്ട് ഒരിക്കലും ഇടരുത്. അതിനു വേണ്ടിയാണ് നിങ്ങൾക്ക് പേജ് നമ്പർ 21 തൊട്ട് സാമ്പിൾ 1, 22-ൽ സാമ്പിൾ 2, സാമ്പിൾ 3 എന്ന് പറഞ്ഞ് കുറേ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. അപ്പം യൂഷ്വലി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒന്നെങ്കിൽ നിങ്ങളുടെ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ അവർ എക്സാമിനൊരു അഡ്വർടൈസ്മെൻറ്റ് തരും. ഇപ്പോൾ ടെക്നോ പാർക്ക്, ഇൻഫോസിസ് അങ്ങനെ തുടങ്ങിയ കമ്പനീസ് ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇടും, ഇന്നയാളെ ജോലിക്ക് വേണം, അപ്പോൾ ഇന്ന ക്വാളിഫിക്കേഷൻസ് എല്ലാം വേണം, ഈ ഒരു സോഫ്റ്റ്വെയർ അറിഞ്ഞിരിക്കണം, ഈ ഒരു സിസ്റ്റം അറിഞ്ഞിരിക്കണം, ഇതെല്ലാം ചോദിക്കും. അപ്പം അതിന് റിപ്ലൈ കൊടുക്കുക. അതിനുവേണ്ടി അവരുടെ കമ്പനിക്ക് നമ്മളൊരു റെസ്യൂമെ കൊടുക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ റെസ്യൂമെയും അതോടൊപ്പം മറ്റൊരു ഘടകമാണ് കവർ ലെറ്റർ. ആ 2 കാര്യങ്ങളുമാണ് ഈ ഒരു ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം റെസ്യൂമേക്കുള്ള 7 ഘടകങ്ങളാണ് നെയിം ആൻഡ് കോൺടാക്ട് ഡീറ്റെയിൽസ് തുടങ്ങിയ ആ ഒരു കാര്യം. അപ്പം ആ ഒരു ഓർഡറിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, നെയിം ആൻഡ് കോൺടാക്ട് ഡീറ്റെയിൽസ്. അപ്പം ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് സാമ്പിൾ 2 എടുത്ത് നോക്കുക. സാമ്പിൾ 2 പേജ് നമ്പർ 22-ൽ അഭിഷേക് കുമാറാണ് അഭിഷേക് കുമാറിൻ്റെ റെസ്യൂമെയാണ് എക്സാമ്പിളായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടില്ലേ സാമ്പിൾ 2. അപ്പോൾ അതിൻ്റെ ആ പുള്ളി എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അത് വെച്ച് കമ്പയർ ചെയ്ത് വേണം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലൊരു റെസ്യൂമെ ഉണ്ടാക്കാൻ. ദി കാൻഡിഡേറ്റ്സ് നെയിം. അപ്പം ഈ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക. നെയിം ആൻഡ് കോൺടാക്ട് ഡീറ്റെയിൽസിൽ എന്തൊക്കെയാണ് വരേണ്ടത്? നെയിം വരണം, ഡേറ്റ് ഓഫ് ബർത്ത് വരണം, ഫാദേഴ്സ് നെയിം വരണം, അഡ്രസ്സ് വരണം, പിന്നെ ഇമെയിൽ ഐ ഡിയും കൂടെ വരണം. അത് ഇമെയിൽ ഐ ഡി ഇവിടെ ഇല്ല.
അപ്പം നിങ്ങൾ അതും കൂടെ കൊടുക്കുക. അപ്പോൾ ആ ഒരു 5 ഘടന ഉണ്ടെങ്കിൽ മാത്രമേ നെയിം ആൻഡ് കോൺടാക്ട് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ജോബ് ഒബ്ജക്റ്റീവ്, അടുത്ത എലമെൻറ്റ്. ഇപ്പം നമ്മുടെ ഇൻഫോസിസ് ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെൻ്റ് ഇട്ടു. അപ്പോൾ അതിനു വേണ്ടി അവരെന്താണോ ആവശ്യപ്പെടുന്നത്, അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നമുക്കിത് സാധിക്കും. നിങ്ങൾ ആവശ്യപ്പെടുന്നതിനോട് ഞങ്ങളുടെ ബെസ്റ്റായിട്ടുള്ളത് ഞങ്ങൾക്ക് നൽകാൻ പറ്റും. അതാണ് ജോബ് ഒബ്ജക്റ്റീവ്. അപ്പോൾ അത് ഒരു ജോബ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് യൂഷ്വലി ഒരു 3-4 സെൻറ്റൻസ് അല്ലെങ്കിൽ 2-3 ലൈനിൽ ഒതുങ്ങേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ കോളേജിലൊരു ടീച്ചറിനെ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇടുക. അപ്പം നമ്മൾ ജോബ് ഒബ്ജക്റ്റീവായിട്ട് ഇടുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കൊമേഴ്സിലുള്ള അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഒരു സാറിന് ആവശ്യമുണ്ടെന്നും പറഞ്ഞ് പ്രിൻസിപ്പൾ അഡ്വർടൈസ്മെൻറ്റ് പത്രത്തിൽ കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ റെസ്യൂമെ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ജോബ് ഒബ്ജക്റ്റീവായിട്ട് കൊടുക്കേണ്ടതാണ് ഐ വിൽ സെർവ് മൈ ബെസ്റ്റ് ഔട്ട് ഓഫ് മൈ നോളജ് ടു ദി സ്റ്റുഡൻസ് ആൻഡ് വിൽ ഡു ദ ബെസ്റ്റ് ഫോർ ദി വെൽഫെയർ ഓഫ് കോളേജ്. അങ്ങനെ കൊടുക്കുക. അപ്പോൾ അത് കണ്ടിട്ട് അവർക്കത് ഒരു ഇമ്പ്രസീവ് ആയിരിക്കും, ജോബ് ഒബ്ജക്റ്റീവ് എന്ന് പറയും. അതുപോലെ തന്നെ മറ്റുള്ള കമ്പനീസ്, ഇൻഫോസിസിലാണെങ്കിലും ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് എന്നൊന്നും അങ്ങനെ എഴുതരുത്, പക്ഷേ നല്ല പോളിഷ്ഡ് ആയിട്ട് എഴുതണം. ഇതുപോലെ തന്നെ ഈ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടില്ലേ, ടു കോൺട്രിബ്യൂട്ട് ടു ദ റിസർച്ച്, ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഓട്ടോമോട്ടീവ് കമ്പ്യൂട്ടർ കൺട്രോൾ സിസ്റ്റംസ്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം ഒബ്ജക്റ്റീവ് എഴുതാൻ. നിങ്ങൾ വീട്ടിലിരിക്കുമ്പം ഓരോന്നും എഴുതി നോക്കണം നിങ്ങളുടേതായ ഒരു ഒബ്ജക്റ്റീവ്. അടുത്തതാണ് കീ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്. അപ്പം ഇപ്പോൾ ഇൻഫോസിസിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവരാവശ്യപ്പെടുന്ന കാര്യങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് നമ്മുടെ സ്കിൽസ് ആൻഡ് എബിലിറ്റീസിൽ അതിൻ്റേതായ രീതിയിൽ നമുക്ക് എഴുതാം. C++ പ്രോഗ്രാമിംഗ്, മെഷീനറി ആൻഡ് റോബോട്ടിക് റിപ്പയർ, അസംബ്ലി ലാംഗ്വേജ്, മൈക്രോസോഫ്റ്റ് ഓഫീസ്, ഇതെല്ലാം നമ്മുടെ ഒരു സ്കില്ലിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ ടീച്ചിങ്ങിലാണ് ചോദിക്കുന്നതെങ്കിൽ, അതുപോലെ സ്കൂളിലാണ് ചോദിക്കുന്നതെങ്കിൽ, ഒരു കൊമേഴ്സ് അധ്യാപകനാണ് ചോദിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ഫീൽഡിലുള്ള ഏറ്റവും നല്ല കാര്യങ്ങൾ, നിങ്ങൾ പഠിച്ചിരിക്കുന്ന നിങ്ങളുടേതായ സബ്ജക്റ്റിലുള്ള നിങ്ങളുടെ സ്കിൽസ് അതെല്ലാം അവിടെ എഴുതുക. അതാണ് കീ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്. ഒരിക്കലും നിങ്ങൾ ചെറുപ്പം മുതൽ പടം വരയ്ക്കും, ഞാൻ പാട്ട് പാടും, അങ്ങനെ പ്രസംഗം പറയും, അതൊന്നും എഴുതി വെച്ചേക്കരുത് കീ സ്കിൽസ് ആൻഡ് എബിലിറ്റീസിൽ. അവരെന്താണ് ആവശ്യപ്പെടുന്നത് അതൊക്കെ ഇപ്പം ഇപ്പോൾ അങ്ങനത്തെ ഫീൽഡെന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു FM റേഡിയോയിൽ അതിൽ ആങ്കർ ചെയ്യുന്ന ഒരാളെയാണ് ആവശ്യമെങ്കിൽ, ഇപ്പോൾ റെഡ് FM, പിന്നെ ഒരു FM ഉണ്ടല്ലോ, റെഡ് FM പോലെ ഒരു സാധനം, റേഡിയോ മാംഗോ, ഇതിലൊക്കെ അവർ ആങ്കറിന് ആവശ്യമുണ്ടെങ്കിൽ അവർ നോക്കുന്നത് സ്പീക്കിംഗ് സ്കിൽസും കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസും പിന്നെ ഫ്ലുവൻസിയാണ്, ഇപ്പം എക്സ്പ്രഷൻ, ഐഡിയാസ്. അപ്പോൾ അതിനൊക്കെ വേണ്ടത് ചെറുപ്പം മുതൽ നല്ലൊരു ആർട്സിൽ നല്ല സ്കില്ലുണ്ടെങ്കിൽ, മ്യൂസിക്, ഡാൻസ്, പടം വര, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നല്ല സ്കിൽസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് സ്കിൽസ് ആൻഡ് ആ ഒരു ജോബിനാണ് അതൊക്കെ കൊടുക്കേണ്ടത്. ഇപ്പോൾ ടെക്നോളജിക്കലായിട്ടുള്ള ഏരിയയിൽ അങ്ങനത്തെ സ്കിൽസിനൊന്നും ഒരു പ്രാമുഖ്യം കൊടുക്കുന്നില്ല. അതിൽ നമ്മൾ ടെക്നോളജിക്കലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് മാത്രമേ കൊടുക്കാവുള്ളൂ. അടുത്തത് വരുന്നതാണ് വർക്ക് എക്സ്പീരിയൻസ്. അപ്പം വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇപ്പം നിങ്ങളാണെങ്കിലും പഠിച്ചു കഴിഞ്ഞ് കൊമേഴ്സ് പഠിച്ചു കഴിഞ്ഞാലും ചുമ്മാ വെറുതെ ഇരിക്കരുത്. അപ്പം നിങ്ങളുടെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കയറുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും, ഇപ്പോൾ ഒത്തിരി ഓൺലൈൻ പ്ലാറ്റ്ഫോംസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലെല്ലാം എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, ചുമ്മാ വീട്ടിലിരിക്കരുത്. അപ്പം നിങ്ങൾക്ക് ഓരോ വർഷം കഴിയും തോറും ഓരോ എക്സ്പീരിയൻസ് കൂടിക്കൊണ്ടിരിക്കുക, അത് നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് ചെയ്യും. അപ്പോൾ അതാണ് വർക്ക് എക്സ്പീരിയൻസിൽ വരുന്നത്. ഇതിൻ്റെ അകത്ത് കണ്ടോ, 2004 to 2005 കമ്പ്യൂട്ടർ റിപ്പയർ ടെക്നീഷ്യൻ, ഗ്ലെൻ ടെക്നോളജീസ്, ഹൈദരാബാദ്. അങ്ങനെ അവിടെ പോയി ജോലി ചെയ്തു. അതുകൊണ്ട് വേറൊരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തിട്ട് ജോലി കിട്ടാനുള്ള സാധ്യത അതിൽ ഭയങ്കര കൂടുതലാണ്. അതുപോലെ അടുത്തതാണ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് ഇൻക്ലൂഡഡ്, റിപ്പയർ ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം, പ്രിവെൻറ്റേറ്റീവ് മെയിൻ്റെനൻസ് ഇൻസ്പെക്ഷൻസ്. അപ്പോൾ അവിടെ ഞാൻ ജോലി ചെയ്തപ്പം നമ്മുടെ അഭിഷേക് കുമാർ അവിടെ ജോലി ചെയ്തപ്പം അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ആ കമ്പനി ചോദിച്ചിരിക്കുന്നതുമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും എടുക്കും. അപ്പം എക്സലൻസ് സ്കോർ ഡ്യൂറിങ് സ്കിൽസ് ഇവാലുവേഷൻ 1998 to 2003 അസിസ്റ്റൻറ്റ് മാനേജർ. അപ്പോൾ അസിസ്റ്റൻറ്റ് മാനേജർ അദ്ദേഹത്തിന് എക്സലൻ്റ് എന്നും പറഞ്ഞ് ഒരു ഇവാലുവേറ്റ് ചെയ്തതിൻ്റെ കാര്യമൊക്കെ അതിൽ ആ ഒരു
കാര്യമൊക്കെ അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ആ റെസ്യൂമെ വായിക്കുമ്പം, ഇപ്പോൾ അടുത്ത ജോലിക്ക് വേണ്ടി ആ റെസ്യൂമെ വായിക്കുന്ന ആൾക്ക് ഇതൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കും. കാരണം ഇങ്ങനെ നല്ല എക്സലൻറ്റ് കാൻഡിഡേറ്റ് ആണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആൾക്ക് പിടികിട്ടും. അങ്ങനെയാണ് ജോലിക്ക് എടുക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത എലമെൻ്റാണ് എന്ത്, വർക്ക് എക്സ്പീരിയൻസ് കഴിഞ്ഞ് ഇപ്പം നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുമ്പം നിങ്ങൾക്ക് എഴുതാൻ വർക്ക് എക്സ്പീരിയൻസ് കാണത്തില്ല, കാരണം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരല്ലേ. അപ്പം നിങ്ങളുടെ റെസ്യൂമെ പ്രിപ്പയർ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വർക്ക് എക്സ്പീരിയൻസ് എഴുതി വെക്കുക. ഇത് തന്നെ എഴുതിയാലും മതി. ഇത് തന്നെ എഴുതുകയെന്ന് വെച്ചാൽ ആ ക്വസ്റ്റിന് അനുബന്ധമായിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾ ചുമ്മാ അങ്ങ് എഴുതി വെക്കുക. ഒരിക്കലും അത് ബ്ലാങ്ക് ആക്കി ഇടരുത്. കാരണം റെസ്യൂമെ എന്ന് പറയുമ്പോൾ ഈ ഒരു 7 ഘടകം വേണം. അടുത്തത് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അപ്പം എന്തൊക്കെയാണ്? BE കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് JNTU. അപ്പം പഠിച്ച കാര്യങ്ങളെല്ലാം എഴുതുക. 1999 to 2000 കമ്പ്യൂട്ടർ റിപ്പയർ ടെക്നീഷ്യൻ സർട്ടിഫിക്കേഷൻ. അപ്പം A to Z ആയിട്ടുള്ള നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം. അടുത്തതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അടുത്ത എലമെൻറ്റ്. അപ്പം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ എന്തുവരെ പഠിച്ചു, എന്തൊക്കെയാണ് നമ്മൾ ഇപ്പം അറ്റ് എ ടൈമിൽ നമ്മളിപ്പം ഈ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെന്നുള്ളതിന് നമ്മൾ എഴുതി വെക്കേണ്ടതാണ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൽ വരേണ്ടത്. ഇപ്പോൾ എഡ്യൂക്കേഷൻ എവിടെയായിരുന്നു ആ ഒരു കാര്യമൊക്കെ. ഇപ്പം നിങ്ങൾ ഹെൻറി ബക്കർ കോളേജിൽ നിന്ന് BCom ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ചു എന്നുള്ളത് ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. അപ്പം എവിടെയെങ്കിലും അപ്ലൈ ചെയ്യുവാണെങ്കിൽ അത് കൊടുക്കുക. പിന്നെ അടുത്ത് PG ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. അങ്ങനെ എല്ലാം കൊടുക്കുക. ഇപ്പം വേറൊരാളുടെ എഴുതുന്നതെങ്കിൽ, ഇപ്പോൾ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റിന് വേറൊരാൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ആ ക്വസ്റ്റിനോട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എഡ്യൂക്കേഷനിൽ എഴുതാവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അദ്ദേഹം ഇപ്പം ഒരു ടെക്നിക്കലായിട്ടുള്ള ഇൻഫോസിസിൽ നിന്നാണ് അല്ലെങ്കിൽ ടെക്നോ പാർക്കിൽ നിന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഒരിക്കലും കൊണ്ടുപോയി നിങ്ങൾ മഹാരാജാസ് കോളേജിൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞു നേരെ പോയി ഇതൊന്നും പറഞ്ഞ് ഒരിക്കലും എഴുതരുത്. കാരണം അത് ആർട്സ് കോളേജാണ്. നിങ്ങൾ എഴുതുമ്പം ടെക്നിക്കലായിട്ടുള്ള ആ ഒരു ബോധത്തിൽ വേണം എഴുതാൻ. മനസ്സിലായില്ലേ? അത് എങ്ങനെ, എനിക്കത് പഠിപ്പിക്കാൻ പറ്റത്തില്ല, പക്ഷേ അതൊരു സെൻസ് വെച്ച് അറിയേണ്ട ഒരു കാര്യമാണ്. അടുത്തത് പേഴ്സണൽ ഡീറ്റെയിൽസ്. പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് കൂടുതലൊന്നും എഴുതാൻ പോകണ്ട. നിങ്ങൾക്ക് അറിയുന്ന ലാംഗ്വേജസ് എഴുതുക. ഇംഗ്ലീഷ്, ഗുജറാത്തി, ഹിന്ദി. അപ്പം നമ്മൾക്ക് ഇംഗ്ലീഷ് എഴുതാം, അതുപോലെ ഹിന്ദി എഴുതാം, മലയാളം എഴുതാം. അതുപോലെ തന്നെ അത്ര എഴുതിയാൽ മതിയായിരിക്കും. അപ്പോൾ ലാംഗ്വേജസ് നോൺ, അതാണ് പേഴ്സണൽ ഡീറ്റെയിൽസിൽ വരുന്നത്. അടുത്തത് റെഫറൻസ്. റെഫറൻസ് എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ റെഫറൻസസ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഒന്നെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരു നല്ലൊരാൾ, ഒരു അത്യാവശ്യം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ, അയാളെ നമ്മൾ ഒരു ഗോഡ് ഫാദർ പോലെ അല്ലെങ്കിൽ നമ്മളൊരു റെഫറൻസിന് വേണ്ടി വെക്കുക. അപ്പം നമ്മൾ കമ്പനി ഇന്നയാളെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുള്ളൂ, നമ്മുടെ ഈ അപ്ലൈ ചെയ്തിരിക്കുന്ന കാൻഡിഡേറ്റ് എങ്ങനെയുണ്ടെന്ന് വിളിച്ച് ചോദിക്കാൻ വേണ്ടി. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലുള്ള ഒരു കമ്പനിയിൽ റെസ്യൂമെ അപ്ലൈ ചെയ്തു. അപ്പം നമ്മുടെ ആ കുട്ടി, നമ്മുടെ ക്ലാസ്സിലുള്ള ഒരു കൊച്ച്, അദ്ദേഹം നല്ലൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെ റെഫറൻസിന് വെച്ചു. അപ്പം കമ്പനി വിളിക്കുന്നത് ഈ റെഫറൻസിന് കൊടുത്ത ആളെയാണ് വിളിക്കുന്നത്, എങ്ങനെയുണ്ടെന്ന് അറിയാൻ. നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടി എങ്ങനെയുണ്ടെന്ന് അറിയാൻ ഈ ഒരു കമ്പനി വിളിക്കുന്നത് ആരെയാണ്? റെഫറൻസിലുള്ള ആളെ. അപ്പം അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻസ് എല്ലാം കൊടുത്തിരിക്കുന്നതാണ് ഇത്. JK വർമ്മ, പ്രൊപ്പറേറ്റർ. അപ്പോൾ 2 പേരുടെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരെയാണ് കോൺടാക്റ്റ് ചെയ്യുള്ളൂ ഈ മനുഷ്യൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അതാണ് റെഫറൻസ്. അപ്പോൾ ഈ ഒരു 7 ഘടനകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു റെസ്യൂമെ കംപ്ലീറ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു 7 ഘടനയെ നിങ്ങൾ നോക്കിയിരിക്കുക. അപ്പോൾ പേജ് നമ്പർ 21 ഡൂസ് ആൻഡ് ഡോൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു റെസ്യൂമേയിൽ വേണ്ട കാര്യങ്ങളും വേണ്ടാത്ത കാര്യങ്ങളും. അപ്പം ഡൂസിൽ എന്തൊക്കെയാണ്? മേക്ക് ഇറ്റ് ഈസി ഫോർ റിക്രൂട്ടേഴ്സ് ടു സീ ദാറ്റ് യു ആർ എ സ്ട്രോങ് കാൻഡിഡേറ്റ്. അപ്പോൾ ഒരാൾക്ക് കാണുമ്പോൾ തന്നെ തോന്നണം നിങ്ങളൊരു സ്ട്രോങ് കാൻഡിഡേറ്റ് ആണ്, ഇവനെ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താനാകത്തില്ല, ഇവനെ നമ്മൾക്ക് ഈ നമ്മുടെ കമ്പനിയിൽ ആവശ്യമുണ്ട് എന്ന് തോന്നിക്കണം. അതാണ് റെസ്യൂമയുടെ ഒന്നാമത്തെ പോയിൻറ്റ്. അടുത്തത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ലൈ ഓർ എക്സാജറേറ്റ്. ഇല്ലാത്ത കാര്യം പറയുകയോ അതുപോലെ നുണ പറയുകയോ ചെയ്യരുത്. അടുത്ത പോയിൻറ്റ്, കീപ്പ് യുവർ റെസ്യൂമെ ഷോർട്ട് ആൻഡ് ടു ദ പോയിൻറ്റ്. റെസ്യൂമെ എപ്പോഴും ഷോർട്ടായിരിക്കണം, അതുപോലെ തന്നെ സ്പെസിഫിക് ആയിരിക്കണം.
പക്ഷേ എന്താ, മേക്ക് ദ ഫോൺ സൈസർ ടു ഫിറ്റ് മോർ ഇൻഫർമേഷൻസ്. എന്നുവെച്ചാൽ ഫോൺ സൈസ് ഒരിക്കലും കുറച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ എഴുതരുത്. കാണുമ്പോൾ തന്നെ ഒരു ഇമ്പ്രസീവ് ആയിരിക്കണം. അപ്പോൾ അടുത്ത പോയിൻ്റാണ് യൂസ് എ ക്ലിയർ ലേ ഔട്ട് വിതൗട്ട് ടു മെനി സ്പെഷ്യൽ എഫക്ട്സ്. അപ്പോൾ സാധാരണ ഇപ്പോഴത്തെ കാലത്ത് റെസ്യൂമൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പം ആൻഡ്രോയിഡിലാണെങ്കിലും നെറ്റിലാണെങ്കിലും എങ്ങനെ ഹൗ ടു പ്രിപ്പയർ റെസ്യൂമെ എന്നും പറഞ്ഞ് ജസ്റ്റ് ഗൂഗിൾ ചെയ്യുകയാണെങ്കിലും സാധനം വരും, ടെംപ്ലേറ്റ് വരും. അപ്പോൾ അതിൽ ജസ്റ്റ് ഫില്ല് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ യൂസ് എ ക്ലിയർ ലേ ഔട്ട്. അങ്ങനെയുള്ളവരെന്താ, ഒരിക്കലും നല്ലൊരു ക്ലിയർ ലേ ഔട്ടായിരിക്കണം. കാണുമ്പോഴേ ഒരു ക്ലാസി ലുക്ക് തോന്നണം. എന്നുവെച്ചാൽ ചുമ്മാ ഒരു അലമ്പ്, ഇപ്പോൾ പൂക്കളോ എഫക്റ്റോ കുട തിരിയുന്ന എഫക്റ്റോ ഒന്നും ഇടാൻ പാടില്ല. അപ്പോൾ അടുത്ത പോയിൻ്റാണ് യൂസ് റിവേഴ്സ് ക്രോണോളജിക്കൽ ഫോർമാറ്റ് ആൻഡ് ബി ബ്രീഫ് അബൌട്ട് യുവർ ഏർലിയസ്റ്റ് റോൾസ്. അപ്പോൾ നമ്മൾ ഒരു ക്രോണോളജിക്കൽ ഫോർമാറ്റ് ഉണ്ട്, റിവേഴ്സ് ക്രോണോളജി എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളാണെങ്കിൽ ഇപ്പം PG പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു റെസ്യൂമെ ഉണ്ടാക്കുവാണെങ്കിൽ ആദ്യം കൊടുക്കേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ PG ആണ്. എന്നിട്ട് വേണം UG നിങ്ങൾ ഹെൻറി ബേക്കർ കോളേജിൽ പഠിച്ചു, +2 നിങ്ങൾ ഇന്ന സ്കൂളിൽ പഠിച്ചു, 10 നിങ്ങൾ ഇന്ന സ്കൂളിൽ പഠിച്ചു, അങ്ങനെ ഫ്രണ്ടിൽ നിന്ന് പുറകോട്ട് പോകണം. അതാണ് റിവേഴ്സ് ക്രോണോളജിക്കൽ ഫോർമാറ്റ്. അങ്ങനെ നിങ്ങൾ കൊടുക്കാവുള്ളൂ. അതിൽ ഡോൺസ് എന്താ, ഇൻക്ലൂഡ് പേജസ് ഓഫ് ഒബ്സ്ക്യൂർ ടെസ്റ്റിമോണിയൽസ്. അപ്പം ഇൻക്ലൂഡ് ഇത് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഒബ്സ്ക്യൂർ എന്ന് വെച്ചാൽ നോട്ട് ക്ലിയർ എന്ന് പറയും. എന്ന് വെച്ചാൽ ഒട്ടും ക്ലിയർ അല്ലാത്ത ടെസ്റ്റിമോണിയൽസ്, റെഫറൻസസ്, ന്യൂസ് പേപ്പർ കട്ടിങ്സ് ആൻഡ് ബ്രോഷേഴ്സ് ഇതൊന്നും റെസ്യൂമെയിൽ ആഡ് ചെയ്യാൻ പാടില്ല എന്നാണ് അടുത്തത്. അതിന് മുമ്പുണ്ടായിരുന്നത് എന്താ, യൂസ് എ ക്ലിയർ ലേ ഔട്ട്. അതിൻ്റെ ഡോൺസ് എന്താണെന്ന് വെച്ചാൽ യൂസ് എക്സാജറേഷൻ ഓർ ജനറാലിറ്റീസ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും എക്സാജറേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ വലിച്ചു വാരി ഒന്നും ചെയ്യരുത്. ആ ഒരു റെസ്യൂമെയിൽ കാണുമ്പോഴേ ഒരു ക്ലാസ് ഫീലിംഗ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിരിക്കണം സാധനം. അപ്പോൾ അടുത്ത പോയിൻ്റാണ് എക്സ്പ്ലെയിൻ ഓൾ സിഗ്നിഫിക്കൻറ്റ് ബ്രേക്സ് ഇൻ യുവർ കരിയർ ഓർ എഡ്യൂക്കേഷൻ. അപ്പം നിങ്ങളുടെ യാത്രയിലുള്ള എല്ലാ കരിയർ ഓപ്ഷൻസും കരിയർ സെലക്ഷനും എന്തൊക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഉണ്ട് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. പക്ഷേ ഇൻക്ലൂഡ് ലോങ് ലിസ്റ്റ് ഓഫ് ഒബ്സ്ക്യൂർ കോഴ്സസ്. അപ്പോൾ ഒട്ടും ക്ലിയർ അല്ലാത്ത, ഒട്ടും വ്യക്തതയില്ലാത്ത കോഴ്സസ് ഒന്നും ആഡ് ചെയ്യണ്ട. ഇപ്പോൾ ചില സെമിനാർസും അല്ലെങ്കിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോംസിലെല്ലാം ഒത്തിരി ഈ സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ. നിങ്ങൾക്ക് തന്നെ ഇപ്പം ഞങ്ങൾ കുറേ എണ്ണമൊക്കെ അയച്ചു തന്നിട്ടില്ലേ. അപ്പോൾ അതൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നല്ല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ടുള്ള അതിൻ്റെ അകത്ത് നമ്മുടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കുക. അടുത്തത് പ്രൂഫ് റീഡ് തറവലി. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു റെസ്യൂമെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും അതുകൊണ്ടേ നേരിട്ട് കൊടുത്തേക്കരുത്. അതിന് മുമ്പ് നമ്മളൊരു 4 തവണ 5 തവണ എഡിറ്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് ആവശ്യമില്ലാത്ത വാക്കുകൾ, ഗ്രാമർ മിസ്റ്റേക്സ് ഇതെല്ലാം ആരെങ്കിലും കൊണ്ട് ചെയ്യിച്ചിട്ട് വേണം കൊടുക്കാൻ, നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ. അപ്പം നല്ല രീതിയിൽ അത് ഇമ്പ്രസ് ചെയ്യാനുള്ളൊരു സാധനമാണ്. അപ്പം ഒരിക്കലും ഒരു റഫ് റൈറ്റിങ്ങോ അങ്ങനെ ഗ്രാമർ മിസ്റ്റേക്കോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതൊരു പ്രൂഫ് റീഡിങ് വഴിയാണ് അത് നന്നാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇപ്പോൾ ആദ്യം ഒരു തവണ എഴുതി, പിന്നെ രണ്ടാമത് നമ്മളൊന്നും കൂടെ നോക്കുമ്പോൾ ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നും. അപ്പോൾ അത് വെട്ടുക. അപ്പോൾ എന്ത് തോന്നലോ തോന്നിയെങ്കിലും അത് കറക്റ്റ് ചെയ്തോണം. അപ്പോൾ ലാസ്റ്റ് ഒരു സോളിഡായിട്ടുള്ള ഒരു സ്പെസിഫിക് സാധനം കിട്ടും, അതേ കൊണ്ടായി സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡോൺസ് എന്താ, അസ്യൂം ദ റിക്രൂട്ടർ നോസ് അബൌട്ട് ദി കമ്പനി യു യൂസ്ഡ് ടു വർക്ക് ഫോർ. അടുത്തതിൽ പേജ് 25 എടുക്കുക. അവിടെ ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുക്കുന്ന പോലെ ഒരു ബോക്സ് കണ്ടില്ലേ. ഇപ്പോൾ വാണ്ടഡ് ടെലി സെയിൽസ് എക്സിക്യൂട്ടീവ്. അപ്പോൾ ആ ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് നമ്മൾ പത്രത്തിൽ കാണുന്നത് അല്ലേ. ദ ഓപ്പണിംഗ് ഈസ് എ ബാങ്കിങ് കമ്പനി ബേസ്ഡ് ഇൻ ഗർഗാവൻ. വി ഹാവ് ആൻ ഓപ്പണിംഗ് ഫോർ ടെലികോളർ വിത്ത് എ കമ്പനി. അപ്പോൾ അവരുടെ ആവശ്യം പറഞ്ഞിരിക്കുന്ന ഒരു ടെലികോളറിനെ ആവശ്യമുണ്ടെന്നാണ്. പിന്നെ വിത്ത് എ ബാങ്കിങ് കമ്പനി ഇൻ BPO സെക്ടർ, ഡെസിഗ്നേഷൻ ടെലികോളർ. അപ്പോൾ ടെലികോളർ എന്ന് പറയുന്ന ആ ഒരു വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ ഗോവയിലാണെന്ന് തോന്നുന്നു, ഗർഗാവനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ റെമ്യൂണറേഷൻ എന്താ, 8 to 15K പെർ മന്ത്, ഒരു മാസം ഇത്രയും ശമ്പളം കൊടുക്കാൻ പറ്റും. പൊസിഷൻ പ്രയോറിറ്റി വെരി അർജൻറ്റ്. അപ്പം പെട്ടെന്ന് തന്നെ അതിൻ്റെ ആവശ്യമുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ കാൻഡിഡേറ്റ് ഷുഡ് ബി സ്മാർട്ട്, മെച്യൂർ വിത്ത് പ്ലീസിങ് പേഴ്സണാലിറ്റി, ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മിനിമം സ്റ്റാൻഡേർഡ് 12 പാസ് ഔട്ട്. ഇപ്പം വളരെ കുറഞ്ഞ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അവർ ചോദിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ സ്മാർട്ടായിരിക്കണം, മെച്യൂർ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ ഒബ്ജക്റ്റീവ് എഴുതാവുള്ളൂ. ജോബ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന കാര്യം നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ വെച്ച് നമ്മുടേതായ ഒരു യുക്തിക്കനുസരിച്ച് ജോബ് ഒബ്ജക്റ്റീവ്
എഴുതാൻ പാടുള്ളൂ. ഗ്രാജുവേറ്റ്സ് വിൽ ഗെറ്റ് ദി പ്രിഫറൻസ്. അപ്പോൾ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവർക്ക്, യു ജി പഠിച്ചവർക്ക് ഒരു ഇച്ചിരി കൂടെ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. മിനിമം ഏജ് ഫോർ ആപ്ലിക്കേഷൻ ഈസ് 18 years, 18 വയസ്സാണ്. അതൊക്കെ അതെല്ലാം കഴിഞ്ഞിട്ട് കണ്ടോ, ലാസ്റ്റ് കണ്ടോ, സെൻഡ് യുവർ CV ടു hr@banking.com.in. അപ്പോൾ CV ഇങ്ങോട്ടേക്ക് അയക്കാൻ പറഞ്ഞിരിക്കുകയാണ്, ആ ഒരു മെയിൽ ID കൊടുക്കണം. ഇതാണ് ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു ഫോർമാറ്റ്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ന്യൂസ് പേപ്പറിലൊക്കെ ആണ്. ഇപ്പോൾ നിങ്ങൾ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിലും ഈ ഒരു ലെറ്റർ, ഈ ഒരു ബോക്സാണ് കൊടുക്കുക. ഒന്നെങ്കിൽ നിങ്ങളുടേതായ CV ഉണ്ടാക്കാൻ പറയും, അല്ലെങ്കിൽ എക്സാമിന് ചോദിക്കുന്നത് ഇങ്ങനൊരു ബോക്സ് തരും. ഇത് വെച്ചിട്ട് വേണം നിങ്ങൾ CV ഉണ്ടാക്കാൻ. നിങ്ങളുടെ പേര് കൊടുക്കുക, എന്നിട്ട് ഈ ഒരു ഇത് വെച്ചിട്ട് നിങ്ങളൊരു CV ഉണ്ടാക്കണം. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്ക് അതിന് ഒരു റെഫറൻസായിട്ട് പേജ് നമ്പർ 21-ലും 22-ൽ 23-ലെല്ലാം കൊടുത്തിരിക്കുന്ന സാമ്പിളും 1, 2, 3 എല്ലാം നോക്കുക. എളുപ്പമാണ്, വളരെ ഈസിയാണ്. അപ്പോൾ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റിന് നമുക്ക് വേണമെങ്കിൽ ഒബ്ജക്റ്റീവായിട്ട് ടു കോൺട്രിബ്യൂട്ട് ടു മൈ ബെസ്റ്റ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദി കമ്പനി ബൈ യൂസിങ് ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ് ആൻഡ് ദ സ്കിൽസ്. അത് നിങ്ങൾക്കൊരു ഒബ്ജക്റ്റീവായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവിന് അടുത്തൊരു എക്സാമ്പിളാണ് ടു അസോസിയേറ്റ് വിത്ത് എ കമ്പനി വെയർ ഐ ക്യാൻ യൂട്ടിലൈസ് മൈ സ്കിൽസ് ആൻഡ് ഗെയിൻ ഫർദർ എക്സ്പീരിയൻസ് വൈൽ എൻഹാൻസിങ് ദി കമ്പനീസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് റെപ്യൂട്ടേഷൻ. വായിച്ചാൽ മനസ്സിലാവുന്നുള്ളൂ, അതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇതൊക്കെ ഒന്ന് പഠിച്ച് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ഈ ഒബ്ജക്റ്റീവ് തന്നെ എഴുതുവാണെങ്കിൽ മാർക്ക് കിട്ടും. ടു കോൺട്രിബ്യൂട്ട് ടു ദി ലെവൽ ബെസ്റ്റ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒറ്റ ലൈനിലുള്ള ഒരു ഒബ്ജക്റ്റീവ്. പിന്നെ അടുത്തത് ടു പർസ്യൂ മൈ കരിയർ ഇൻ എ പ്രോഗ്രസീവ് ആൻഡ് പ്രൊഫഷണലി മാനേജ്ഡ് ഓർഗനൈസേഷൻ. അതും ഒരു ഒബ്ജക്റ്റീവാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു നല്ലൊരു സ്യൂട്ടബിളായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഒബ്ജക്റ്റീവ് പഠിച്ചു വെക്കുക. അത് തന്നെ എഴുതി വെച്ചാലും മതി. അടുത്ത് 27, പേജ് 27-ൽ റെഫറൻസസിനെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ആരെങ്കിലും ഒരാളെ, നല്ല ക്വാളിഫൈഡ് ഉള്ള ഒരാളെ കുറിച്ച് റെഫറൻസ് ചെയ്ത് വെക്കുക. അത് വേണമെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സാണ്, നിങ്ങളെ പഠിപ്പിച്ച ആളുടെ കോണ്ടാക്ട്സ് കൊടുത്താലും മതി റെഫറൻസ് ലിസ്റ്റിൽ. അപ്പം അദ്ദേഹത്തിന് നമ്മൾ എങ്ങനെ ഒരു റിക്വസ്റ്റ്, നിങ്ങളുടെ പേര് സാറിൻ്റെ പേര് ഞാൻ റെഫറൻസായിട്ട് വെച്ചോട്ടെ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയുള്ള റിക്വസ്റ്റിൻ്റെ ഒരു ഫോർമാറ്റാണ്. അപ്പോൾ അത് മെയിലാണ് കേട്ടോ. അപ്പം മെയിൽ അയക്കുന്നതിനാണ് ടു തമ്പി ഉണ്ടല്ലേ, മിസ് തമ്പി. അപ്പം ആ പുള്ളിക്കാരിക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നതാണ് ആ ഒരു ബോക്സിലുള്ളത്. Dear Miss Thambi, I would like to use your name as a reference during my job search over the next few months. I am currently searching for a retail management position in Bangalore. I work in your store. അപ്പം ഈ പുള്ളിക്കാരൻ നമ്മുടെ മനീഷ് എന്ന് പറയുന്ന ആൾ, താഴെ കണ്ടോ, റിഗാർഡ്സ് മനീഷാണ് ഈ ഒരു മിസ് തമ്പിക്ക് വേണ്ടി മിസ് തമ്പിയെ ഞാൻ റെഫറൻസ് ആയിട്ട് എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ റിക്വസ്റ്റ് ഫോർ പെർമിഷനാണ്. അപ്പം പുള്ളിക്കാരിയോട് അപേക്ഷിക്കുകയാണ്, ഞാൻ നിങ്ങളെ എൻ്റെ റെഫറൻസായിട്ട് ഇനി അടുത്ത ജോലിക്ക് വെച്ചോട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ അടുത്ത ജോലിയിലുള്ള ആ കമ്പനി ഈ പുള്ളിക്കാരിയെ വിളിച്ചാണ് ചോദിക്കുന്നത്, ഇങ്ങനെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ചോദിക്കുക, ഇഫ് യു ആർ വില്ലിംഗ് ടു ബി എ റെഫറൻസ് ഫോർ മീ പ്ലീസ് കൺഫേം ദാറ്റ് ദിസ് ഇമെയിൽ ID ആൻഡ് ദി ഫോളോയിങ് ടെലിഫോൺ നമ്പർ ഈസ് കറക്റ്റ്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരിയുടെ ഡീറ്റെയിൽസ്, പുള്ളിക്കാരിക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ഈ ഒരു നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എൻ്റെ റെസ്യൂമെയിൽ കൊടുത്തോട്ടെ എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഐ ലുക്ക് ഫോർവേഡ് ഫോർ ഹിയറിങ് ഫ്രം യു. അപ്പം എന്ത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്നുവെച്ചാൽ ഇങ്ങനെയാണ് ഒരു സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ ഒരു റെഫറൻസിന് റിക്വസ്റ്റ് ചെയ്യുന്നത്. അത് മനസ്സിലായില്ലേ? അടുത്തത് കവർ ലെറ്റർ. എ കവർ ലെറ്റർ ഈസ് എ ലെറ്റർ ഓഫ് ഇൻട്രൊഡക്ഷൻ ദാറ്റ് യൂഷ്വലി അക്കമ്പനൈസ് documents like resume, biodata or curriculum vitae എന്ന് വെച്ചാൽ CV എന്ന് കേട്ടിട്ടില്ലേ? Applicants often send a cover letter along with their CV. അപ്പം സാധാരണ CV അയക്കുന്നവർക്കെല്ലാം അതിൻ്റെ കൂടെ ഒരു കവർ ലെറ്ററും കൂടെ അയക്കും. ആ കവർ ലെറ്റർ എന്ന് പറയുന്നത് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കണ്ടിട്ട് അതിനെക്കുറിച്ചുള്ളൊരു ഡിസ്ക്രിപ്ഷൻ, അവരെന്താണോ ആവശ്യപ്പെടുന്നത് അതിനെക്കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതാണ് കവർ ലെറ്ററിൽ യൂഷ്വലി ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പേജ് 28-ൽ കൊടുത്തിരിക്കുന്നത്. രാഹുൽ തിവാരി, പ്ലോട്ട് നമ്പർ 9. അത് നമ്മൾ ഇപ്പോൾ അയക്കുന്ന ക്യാൻഡിഡേറ്റിൻ്റെ അഡ്രസ്സാണ് ആദ്യത്തെ അഡ്രസ്സ്. പിന്നെ ഡേറ്റ് കൊടുക്കുക 13 March 2010. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടാണോ അയക്കുന്നത്, നമ്മൾ ജോബ് അപ്ലൈ ചെയ്യുന്ന ആ ഒരു കമ്പനി നെയിം, പേഴ്സണൽ മാനേജർ ഇന്ത്യ സിമെൻറ്റ് ഹൈദരാബാദ്.
അങ്ങോട്ടാണ് നമ്മൾ അയക്കുന്നത്. എന്നിട്ട് പ്രൊഡക്ഷൻ സൂപ്പർവൈസർ ആപ്ലിക്കേഷൻ, അതിന് വേണ്ടിയാണ് പ്രൊഡക്ഷൻ സൂപ്പർവൈസറിനുള്ള വേക്കൻസി വന്നപ്പം അങ്ങോട്ട് അയക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ കവർ ലെറ്ററിൽ കൊടുത്തിരിക്കുന്നത്, ഒബ്ജക്റ്റീവായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ഡിയർ മിസ്റ്റർ നായക്, അപ്പോൾ ഈ ഒരു കവർ ലെറ്റർ എന്ന് പറയുന്ന റെസ്യൂമെയിൽ നമ്മൾ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ കവർ ലെറ്റർ കൂടെ പിൻ ചെയ്യണമെന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ കവർ ലെറ്ററും കൂടെ എഴുതണം, എന്നിട്ട് വേണം റെസ്യൂമിലേക്ക് കിടക്കാൻ. അപ്പോൾ യുവർ അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദ ഹിന്ദു ഡേറ്റഡ് 8 March 2010 ഇൻട്രസ്റ്റ് മീ ബിക്കോസ് ഐ ഹാവ് ദി കൈൻഡ് ഓഫ് ക്വാളിഫിക്കേഷൻ ദി അഡ്വർടൈസ്മെൻറ്റ് മെൻഷൻഡ്. അപ്പം നിങ്ങൾ കൊടുത്തിരിക്കുന്ന 8 March 2010 കൊടുത്തിരിക്കുന്ന ഹിന്ദുവിൽ കൊടുത്തിരിക്കുന്ന അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടാണ് ഞാൻ റിപ്ലൈ തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്ന് ആദ്യമേ കൊടുക്കുകയാണ്. ഐ ഹാവ് ജസ്റ്റ് കംപ്ലീറ്റഡ് മൈ ടെക്നിക്കൽ ഗ്രാജുവേഷൻ, ദാറ്റ് ഈസ് ബിടെക് മെക്കാനിക്കൽ റീസെൻ്റ്ലി. ബിടെക് കഴിഞ്ഞ് നിൽക്കുകയാണ്. മൈ റെസ്യൂമെ ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻസ് ദി പ്രൊജക്ട്സ് ഐ ഡിഡ് ആസ് പാർട്ട് ഓഫ് മൈ കരിക്കുലം. അപ്പം എൻ്റെ റെസ്യൂമെ വായിക്കുകയാണെങ്കിൽ എല്ലാ കണ്ടൻസും അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത പാരഗ്രാഫ് നോക്കി. ഐ ആം ലുക്കിംഗ് ടു ബി എൻഗേജ്ഡ് ഇൻ എ ഫുൾ ടൈം പൊസിഷൻ, സോ ഐ വുഡ് ബി ഹാപ്പി ടു ഡിസ്കസ് വിത്ത് യു ഹൗ ഐ ക്യാൻ മേക്ക് എ മേജർ കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യ സിമെൻറ്റ്. അപ്പം ഞാൻ നോക്കുന്നത് ഒരു ഫുൾ ടൈം പൊസിഷനാണ്. ഏത് സമയം എൻഗേജ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ജോലിയാണ് ഞാൻ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ കമ്പനിയിൽ എൻ്റെ ബെസ്റ്റായിട്ടുള്ള എൻ്റെ ഡെഡിക്കേഷനും എനിക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ കമ്പനിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിങ് ഫ്രം യു. പക്ഷേ ഞാൻ നിങ്ങളുടെ ആ ഒരു ഞാൻ ആക്സെപ്റ്റൻസിന് വേണ്ടി ഞാൻ കാതോർത്തിരിക്കുകയാണെന്ന് ലാസ്റ്റ് കൊടുക്കുകയാണ്. സിൻസിയർലി യുവേഴ്സ് രാഹുൽ തിവാരി. ഇപ്പോൾ എൻക്ലോഷർ റെസ്യൂമെ. ഇപ്പോൾ ബാക്കിയല്ല, സിൻസിയർലി യുവർ രാഹുൽ തിവാരി നമ്മുടെ പേരും എഴുതി ആ ഒരു കവർ ലെറ്റർ നമ്മൾ ക്ലോസ് ചെയ്യണം. അത് കഴിഞ്ഞ് എൻക്ലോഷർ റെസ്യൂമെ. അപ്പം റെസ്യൂമെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നതാണ് ലാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യാൻ. അപ്പം എക്സാമിന് ചോദിക്കുവാണെങ്കിൽ, ഇപ്പം കവർ ലെറ്റർ ചോദിക്കുവാണെങ്കിൽ, രണ്ടും ചോദിക്കുവാണെങ്കിൽ കവർ ലെറ്റർ ആദ്യം കൊടുക്കുക, പിന്നെ റെസ്യൂമെ കൊടുക്കുക. ഇപ്പോൾ റെസ്യൂമെ മാത്രമേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ റെസ്യൂമെ മാത്രമേ പ്രിപ്പയർ ചെയ്യാവുള്ളൂ. അപ്പോൾ ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുക എക്സാമിന്. അതുപോലെ നിങ്ങൾ ഈ പേജ് നമ്പർ 30 എക്സസൈസസ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 31 കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു ആപ്ലിക്കേഷനും ഇതെല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വിധം എങ്ങനെയാണെന്ന് അവർ കൊടുത്തിരിക്കുന്നതാണ്. അതൊന്ന് ആൻസർ ചെയ്യുക. എന്തെങ്കിലും ഡിഫിക്കൽട്ടി തോന്നുവാണെങ്കിൽ എന്നോട് പറയുക, ഞാനത് ഹെൽപ്പ് ചെയ്യാം. കാരണം ഇതിൽ ചോദിക്കുന്ന 4 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ്. ഒന്നാമത്തെ കാര്യം, വാട്ട് ഈസ് കരിക്കുലം വിറ്റേ എന്ന് ചോദിക്കും. നിങ്ങളെ ഒരു കുഴപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നൊരു ചോദ്യമാണ്. സി വി ആണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാകത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ ഫോം മനസ്സിലാക്കുക, അതെന്താണെന്നുള്ളൊരു ജസ്റ്റ് ഒരു 2 ലൈൻ പഠിച്ചിരിക്കുക. അതെല്ലാം ഒന്ന് തന്നെയാണ്. റെസ്യൂമെ ഓർ കരിക്കുലം വിറ്റേ ഓർ ബയോഡേറ്റ, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം അതിനെക്കുറിച്ചൊരു ജസ്റ്റ് ഒരു 2-3 ലൈൻ അറിഞ്ഞിരിക്കുക. പിന്നെ പഠിക്കേണ്ടത് നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു റെസ്യൂമെ ഉണ്ടാക്കുക. മൂന്നാമതായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് വെച്ചാൽ അവരൊരു അഡ്വർടൈസ്മെൻറ്റ് തരും. ആ അഡ്വർടൈസ്മെൻറ്റ് വെച്ച് നിങ്ങളൊരു റെസ്യൂമെ ഉണ്ടാക്കുക. നാലാമതായിട്ട് ചോദിക്കുന്നത് അവരൊരു അഡ്വർടൈസ്മെൻറ്റ് തരും. അതിൽ നിന്ന് നിങ്ങളുടേതായിട്ടുള്ളൊരു, അല്ലെങ്കിൽ ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് ബേസ് ചെയ്തുള്ളൊരു റെസ്യൂമെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കവർ ലെറ്ററും കൂടെ അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. താങ്ക് യു.